ഹലോ ഫ്രണ്ട്സ്, J2 ട്രാവൽ വ്ളോഗ്സിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിൻ്റർ സീസണിൽ എങ്ങനെയായിരിക്കും യൂറോപ്യൻ കൺട്രി എന്ന് കാണാൻ വേണ്ടിയാണ്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ബക്രിൽ നിന്നാണ്. വളരെയധികം സന്തോഷം തോന്നിയ ഒരു മൊമെൻ്റായിരുന്നു അത്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയൊരു യാത്രയായതുകൊണ്ടും തികച്ചും അപ്രത്യക്ഷമായിട്ടുള്ള പല കാര്യങ്ങളും കാണുവാനും എക്സ്പീരിയൻസ് ചെയ്യാനും എന്നെ കൊണ്ട് സാധിച്ചു. ഈ റോഡിൽ നിന്ന് നേരെ നോക്കുമ്പോൾ ഒരു ഗുഹ കാണാം. ഗുഹയിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഗുഹയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ വളരെയധികം നല്ലപോലെ സ്നോ വീണ് കിടക്കുന്നതും കുറേ മരങ്ങൾ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. നല്ലൊരു രസമായിട്ടുള്ള ഒരു മൊമെൻ്റാണ് നമുക്ക് കിട്ടിയിരുന്നത്. ആ തുരങ്കത്തിനകത്തോട്ട് കയറുമ്പോൾ വളരെ അട്രാക്റ്റീവായിട്ടായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. ഫുള്ളി ലൈറ്റാണ്. എവിടെയൊക്കെ എമർജൻസി കോൾ ചെയ്യാം, എവിടെയൊക്കെയാണ് നമുക്ക് വണ്ടി നിർത്താൻ പറ്റുക, എവിടെയാണ് എക്സിറ്റ് ചെയ്യാൻ പറ്റുക, എത്ര കിലോമീറ്റർ സ്പീഡിലാണ് നമുക്ക് പോകാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് അതിൽ ആ റോഡിൽ തന്നെ ആ തുരങ്കത്തിനകത്ത് തന്നെ ഫുള്ളായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു മൊമെൻ്റായിരുന്നു അത്. സാധാരണ യൂറോപ്യൻ കൺട്രിയിലെ വിൻ്റർ സീസണിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നവംബർ മാസം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിൻ്റർ നവംബർ മാസം 5 to 50% ആ ഡിഗ്രിയിലായിരിക്കും ടെമ്പറേച്ചർ നമുക്ക് കാണപ്പെടുക. ഡിസംബർ മാസം, അതായത് ക്രിസ്മസിൻ്റെ ആ ടൈമിൽ 10 to 0% ഡിഗ്രിയിലായിരിക്കും കാണപ്പെടുക. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അത്യാവശ്യം നല്ല പോലെ -ഡിഗ്രിയിലേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് യൂറോപ്യൻ കൺട്രിയിൽ. ആ തുരങ്കം കയറി ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ മനസ്സിലെ ഒരു ആഗ്രഹം പോലെ ഒരു നല്ലൊരു മനോഹരമായൊരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ആ റോഡിൻ്റെ ഒരു സൈഡിലായിട്ട് കുറേ മരങ്ങളും ആ മരത്തിൻ്റെ മുകളിലായിട്ട് കുറേ സ്നോയും വീണപ്പോൾ വളരെയധികം മനോഹരമായിട്ട് ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്തു. ഞങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ കണ്ടിരുന്നത്. പക്ഷേ ക്യാമറയിൽ ഇത് ക്ലിയർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞങ്ങൾ പിന്നെയും യാത്ര കണ്ടിന്യൂ ചെയ്തു. എങ്ങനെയാവും എവിടെയാവും ഒരു പിടുത്തമില്ലാതെ ഞങ്ങൾ പോയൊരു പോക്കായിരുന്നു. ഞങ്ങൾ പോകും തോറും ഞങ്ങൾക്ക് ആ വിഷ്വൽ, ഞങ്ങൾക്ക് ആ മനോഹരത ഞങ്ങൾക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ടാണ് തോന്നിയത്. പോകുന്ന പോക്കിൽ രണ്ട് സൈഡിൽ മഞ്ഞാണെങ്കിൽ തന്നെ അതിൻ്റെ സൈഡിൽ ഓരത്തായിട്ട് കുറേ വീടുകൾ, 2-3 വീടുകൾ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്ന കാണാം. ആ വീടിൻ്റെ മുകൾ ഭാഗം ഫുള്ള് മഞ്ഞ് മൂടി നിൽക്കുന്നതും ആ മരത്തിൻ്റെ മുകളിൽ ഫുള്ള് മഞ്ഞായിട്ട് നിൽക്കുന്നതും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞെന്നുള്ളതാണ്. യാത്ര എന്ന് പറയുന്നത് എത്ര മനോഹരമാണ്, യാത്ര ചെയ്യുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് സംബന്ധിച്ച് ഞാൻ അങ്ങനെ യാത്ര ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എത്ര മനോഹരമായ സ്ഥലങ്ങളിലാണ് ഞാൻ പാസ് ചെയ്ത് പോകുന്നത്, എത്രമാത്രം സ്ഥലങ്ങളാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട് കുറേ നേരം. സാധാരണ യൂറോപ്യൻ കൺട്രിയിലെ വിൻ്റർ സീസണിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നവംബർ മാസം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിൻ്റർ നവംബർ മാസം 5 to 50% ആ ഡിഗ്രിയിലായിരിക്കും ടെമ്പറേച്ചർ നമുക്ക് കാണപ്പെടുക. ഡിസംബർ മാസം, അതായത് ക്രിസ്മസിൻ്റെ ആ ടൈമിൽ 10 to 0% ഡിഗ്രിയിലായിരിക്കും കാണപ്പെടുക. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അത്യാവശ്യം നല്ല പോലെ -ഡിഗ്രിയിലേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് യൂറോപ്യൻ കൺട്രിയിൽ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.